ഡോക്ടർ അരുൺ ബി നായർ. ഈ ലഹരി ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ വരുത്തിയ മാറ്റം അനുഭവങ്ങളിലൂടെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഈ പുതിയ തരം ലഹരികൾ, വ്യത്യസ്ത തരത്തിലുള്ള ലഹരികൾ, രാസലഹരികൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ വളരെ വ്യാപകമായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറെ നാൾ മുൻപൊക്കെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലഹരി വസ്തുക്കളായി കരുതപ്പെട്ടിരുന്നത്. അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു അയാളുടെ ഗന്ധം കൊണ്ടും അയാളുടെ ചലനങ്ങളുടെ സവിശേഷത കൊണ്ടും. പക്ഷേ ഈ ആധുനിക രാസലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാനോ കണ്ടെത്താനോ ബുദ്ധിമുട്ടാണ്. മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കാനും കണ്ടെത്താനും തിരിച്ചറിയാനും എളുപ്പമാണ്. പക്ഷെ രാസലഹരി ഉപയോഗിച്ച് ഇതേപോലെ വാഹനം ഓടിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു സുരക്ഷിതത്വം തന്നെയാണ് ഒരുപക്ഷെ ഈ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും ഈ രാസലഹരിയിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തലച്ചോറിൽ മദ്യമോ സിഗരറ്റോ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോപ്പമിന്റെ വർധനവ് ഈ രാസലഹരികൾ ഉണ്ടാക്കുകയും പൊടുന്നനെ തന്നെ ഒരു തീവ്രമായ ഒരു ആഹ്ലാദ അനുഭൂതി ജനിപ്പിക്കാൻ അത് പ്രാപ്തമാക്കുകയും ചെയ്യും. പക്ഷെ അതിന് സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യം, തലച്ചോറിന്റെ ആത്മനിയന്ത്രണത്തിന്റെ മേഖലകളെ അത് മന്ദീഭവിപ്പിക്കുകയും അതേ തുടർന്ന് എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ വളരെ രൂക്ഷമായി മാറുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഈ യുവതലമുറയുടെ സ്വഭാവത്തിൽ കഴിഞ്ഞ കുറെ നാൾ കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഒന്ന്, ഒരു സാമൂഹിക വിച്ഛേദനം, ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തലമുറയിലെ യുവാക്കൾക്ക് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം സൗഹൃദങ്ങളായിരുന്നു. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത പരിസരങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാനും അതുവഴി ഒരു അനുതാപം വികസിക്കാനും അവരുടെ എല്ലാത്തരം ഇടപെടലുകളും പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ ഇടപെടലുകളായിരുന്നു. അത് കായിക മത്സരത്തിലാണെങ്കിലും ശരി, സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നെങ്കിലും ശരി. ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ഉപകരണത്തിലേക്ക് ചുരുങ്ങിക്കൂടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും കാണാം. മാത്രമല്ല, ഇത്തവണത്തെ പാർലമെന്റില് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എക്കണോമിക് സർവേയിൽ മാനസികാരോഗ്യത്തിന്റെ പ്രസക്തിയെ ഊന്നി പറഞ്ഞിരിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്നത് വ്യക്തിയുടെ കാര്യക്ഷമത കുറയാനും സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത കുറയാനും രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന മൂലം അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഒരു എടുത്തുചാട്ട സ്വഭാവം, കഴിഞ്ഞൊരു തലമുറയിൽപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേള കൊണ്ടുള്ളൊരു ഗുണം, മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം, ഈ രണ്ട് സാധ്യതകളുമായിട്ട് സമരസപ്പെടാൻ, പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. ഇന്ന് എല്ലാം ഇൻസ്റ്റന്റ് ആയതോടുകൂടി അതിവേഗതയിൽ ആഗ്രഹങ്ങൾ തോന്നുകയും അത് അതിവേഗതയിൽ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നിഷേധിക്കപ്പെടാം, നടക്കാതിരിക്കാം എന്ന സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് കഴിയുന്നില്ല. അപ്പൊ ഒരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും പുതുമ തേടാനുള്ള ഒരു പ്രവണതയും ഒക്കെ യുവതലമുറയിൽ. മുൻപൊരിക്കൽ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ്. ഈ കോവിഡാനന്തര കാലം നമ്മൾക്ക് മറവി സമ്മാനിച്ചുവോ എന്നൊരു സംശയം എല്ലാവരിലും പരന്നിരുന്നു. ഒരു പക്ഷേ ഇന്ത്യയുടെ തലസ്ഥാനമേത്, അർജന്റീനയുടെ പതാക എന്ത്, ഇതൊക്കെ അറിയാൻ നമ്മളൊന്നും തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതില്ല. 2 സെക്കൻഡ് കൊണ്ട് ഒന്ന് ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്താൽ കിട്ടും എന്ന തലത്തിലേക്ക് നമ്മൾ തന്നെ തലച്ചോറിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കേണ്ടതില്ല എന്ന സ്വന്തം തീരുമാനമാണ് മറവിയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സാധ്യത കൂട്ടുന്നത്. സ്വാഭാവികമായും അതും ആധുനിക ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഒരു പാർശ്വഫലമായി നമ്മൾ എടുക്കാം, ദോഷകരമായ ഒരു പാർശ്വഫലമായിട്ട് തന്നെ എടുക്കാം എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ വളർച്ചയിൽ എപ്പോഴും ഓർമ്മകൾ ആണ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, വിദേശ രാജ്യങ്ങളിലടക്കം നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത ജീവിത പരിസരങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി അതിൽ നിന്ന് സ്വായത്തമാക്കിയ അറിവുകൾ, ഈ അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏത് വഴിക്ക് മുന്നോട്ട് നീങ്ങണമെന്നൊരു ദിശാബോധത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ തലച്ചോറ് തുരുമ്പെടുക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ തലച്ചോറിന് വ്യായാമം കുറയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം, സുഖങ്ങൾ തേടാനും സൗകര്യങ്ങൾ തേടാനും ഉള്ള ഒരു പ്രവണത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ക്രിയാത്മകമായ ഒരു വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബൗദ്ധികമായ വ്യായാമത്തിലൂടെ തലച്ചോറിലെ ഡോപ്പമിൻ കൂടുന്ന ഒരു സാഹചര്യത്തിന് പകരം
എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹെഡോണിസം എന്ന് പറയുന്ന ഒരു തത്വസംഹിതയുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് പരമാവധി സുഖഭോഗങ്ങളിൽ ആറാടുകയാണ്, എങ്കിലേ ജീവിതം അർത്ഥപൂർണമാവുന്നുള്ളൂ, അല്ലെങ്കിൽ ജീവിതം നിഷ്ഫലമാണ് എന്നൊരു തത്വചിന്തയാണ് ഈ ഹെഡോണിസം. ഈ ഹെഡോണിസം ഓരോ കാലഘട്ടത്തിലും നോക്കിക്കഴിഞ്ഞാൽ 50-60 കൊല്ലം കൂടുമ്പോൾ ആ രീതിയിലേക്ക് സമൂഹം എത്തുന്നത് കാണാം. 1960കളിൽ ഹെഡോണിസത്തിന്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും ജീവിതശൈലിയിലും ഒക്കെ വളരെ പ്രകടമായി വന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായി, അനിയന്ത്രിതവും അപകടകരവും സുരക്ഷിതമല്ലാത്തതുമായ ലൈംഗിക ബന്ധങ്ങൾ വ്യാപകമായി, അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് സെലിബ്രിറ്റീസ് വരുന്ന ഒരു അവസ്ഥ വന്നു. 1981 അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൽ 5 ചെറുപ്പക്കാർക്ക് HIV എന്ന ഒരു സംഗതി നിർണയിക്കപ്പെട്ടതോടുകൂടിയാണ് ആ ഹെഡോണിസ്റ്റ് സ്പ്രീ, ആ സുഖഭോഗങ്ങൾ തേടിയുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലിനൊരു അറുതിയായത്. ഇപ്പോൾ വീണ്ടും ഒരു തലമുറ മാറിക്കഴിഞ്ഞു, ഒരു 40 കൊല്ലത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഹെഡോണിസ്റ്റ് സ്പ്രീയിലേക്ക് സമൂഹം പോകുന്നു. ഇതിലേക്ക് നമ്മളെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി കോവിഡും അനുബന്ധമായ ലോക്ക്ഡൌണുമാണ്. കാരണം ദീർഘകാല അടിസ്ഥാനത്തിൽ ജീവിതം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന മനുഷ്യന് പെട്ടെന്ന് ഈ ഒരു കോവിഡ് അനുഭവത്തിൽ നിന്നൊരു തിരിച്ചറിവുണ്ടായി. ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ചുമൂടിയിരിക്കേണ്ടി വരും. അപ്പോൾ ശിഷ്ടകാലം പരമാവധി ആഘോഷിക്കുക, ആസ്വദിക്കുക എന്നൊരു തരത്തിലേക്ക് യുവാക്കളുടെയെങ്കിലും ചിന്താധാര മാറി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ആഘോഷങ്ങളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെയധികം അനിയന്ത്രിതമായ ആഘോഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ലഹരി വസ്തുക്കൾ ആ ഒരു സ്ഥലത്താണ് സ്ഥാനം പിടിക്കുന്നത്. ആഘോഷമാകാം, അമിതമായ ആഘോഷം അരുത്.